പോകാനാകുന്നില്ല. 10 ഫ്ലോർ പണിതിട്ടുണ്ട്. എവിടെയെങ്കിലും ഫയർ ആക്സിഡന്റ് ആയി എങ്ങനെ തീ അണയ്ക്കാൻ? ബിൽഡിംഗിലേക്ക് ഫയർ എഞ്ചിൻ കയറാനുള്ള പ്രൊവിഷൻ ഉണ്ടാവണമെന്ന് അറിയില്ലേ? നിനക്ക് ഇതുപോലത്തെ 18 മാളുകളുണ്ട്. റീസെന്റ് ആയി അതിൽ ഒരെണ്ണത്തിന് തീ പിടിച്ച് 37 പേരല്ലേ മരിച്ചത്. കാരണം എന്താ? ഫയർ എഞ്ചിൻ അകത്ത് പോകാനുള്ള വഴിയില്ലാത്തോണ്ട്. എന്റെ മാളുകളൊക്കെ മോപ്പി ദേവി സാറാണ് ഓപ്പൺ ചെയ്തത്. ഞാൻ ക്ലോസ് ചെയ്ത് കാണിച്ചുതരാം. സീൽ ചെയ്യാൻ പോവാണോ സാർ? ഇതിനൊക്കെ ആര് സീൽ വെക്കാൻ? തകർത്ത് കളയാൻ പോവാ. ഹലോ കളക്ടർ സാർ, നിങ്ങൾക്ക് സീൽ വെക്കാൻ അധികാരം ഉണ്ടാവും, തകർക്കാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല. റൈറ്റ്സും റൂൾസും ഒക്കെ നമുക്കും അറിയാം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്താണെന്നറിയോ? എന്താ ആക്ട്? ദുരന്ത നിവാരണ നിയമം പ്രകാരം ഈ ബിൽഡിംഗ് ഞാൻ ഡെമോളിഷ് ചെയ്യാൻ പോവാ. വ്യക്തമായില്ല. ഭൂകമ്പം വരുന്ന സമയത്ത് തീവ്രമായി ബാധിക്കുന്ന പ്രദേശങ്ങളെ 5 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ഈ മോൾ നമ്പർ 4 സിവിയർ ഇന്റൻസിറ്റി സോണിലുള്ള, ബട്ട് ഈ കൺസ്ട്രക്ഷൻ നമ്പർ 2 ലോ ഇന്റൻസിറ്റി സോൺ നോംസിലാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് പൊളിച്ചു മാറ്റേണ്ടി വരും. മുൻപ് നോട്ടീസ് അയക്കേണ്ടതല്ലേ സാർ? അയച്ചിരുന്നെങ്കിൽ ഞാൻ സ്റ്റേ വാങ്ങുമായിരുന്നല്ലോ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം നിങ്ങൾക്ക് നോട്ടീസ് അയക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ മാൾ എടുക്കാൻ ഒരാഴ്ചയെങ്കിലും വേണ്ടി വരും. അതിനുള്ളിൽ ഞാൻ എങ്ങനെ നിർത്തുന്നു കാണിച്ചാ. റെഡി സർ, 30 സെക്കൻഡ്സിൽ തീർത്തേക്കാം. ഗോ അഹെഡ്. നിക്ക്, മിനിസ്റ്ററെ കൊണ്ട് നിങ്ങളെ വിളിപ്പിക്കാം. വേഗം വിളിക്കാം. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഫ്ലിക്ക് ഓഫ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ നെറ്റ്വർക്കിന് പുറത്താണ്. സർ, എല്ലാരും 200 മീറ്റർ മാറി നിൽക്കണം. ഇവാക്യുവേറ്റ്.